ഈ പാവൽ ചെടീനെ പറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ കണ്ട ആദ്യത്തെ കായുള്ള പൂവ് വിടർന്നു. ഇതപ്പോൾ ഇനി അത് അടുത്ത് തന്നെ ഒരു കായായി വരും. പക്ഷേ എത്ര അധികം കായില്ലാത്ത പൂക്കളാന്ന് നോക്കിയേ. കാട് പിടിച്ച് വളർന്നുണ്ട്, നിറയെ പൂക്കളുണ്ട്, ഒറ്റയൊന്നിലും കായയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം വിഷമം തോന്നി. കാരണം ഈ പാവല അടുത്തുള്ള എല്ലാ ചെടികളുടെ മുകളിലേക്കും പടർന്ന് ആ ചെടികളെയൊക്കെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. അത്രയ്ക്കധികം പടർന്നുണ്ട്. പറയുമ്പോൾ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് ഉണ്ടായ പാവലാണ്. വെണ്ട തോട്ടത്തിൻ്റെ മുകളിലേക്കും കയറിയതാ. വെണ്ടയുടെ മുകളിലൊക്കെ ധാരാളം വള്ളി നീട്ടി പാവൽ. അവസാനം സഹിയായിട്ട് കുറേ പ്രൂൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കുറച്ച് പ്രൂൺ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെണ്ടയ്ക്ക് തന്നെ വളമായിട്ടിട്ട് കൊടുത്തു. ഉപയോഗമാവോ ഉപദ്രവമാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വെണ്ട ചെടികൾക്കൊക്കെ ശ്വാസം കിട്ടുന്ന പോലെയായി. വെണ്ട ചെടികളുടെ മുകളിലുണ്ടായിരുന്ന പാവൽ ഒക്കെ ഞാൻ മാറ്റി. പിന്നിൽ സൈഡിലുള്ളതൊക്കെ കുറേ വെട്ടി മാറ്റി. കാരണം കായില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് വളർന്നിട്ട്. മുരിങ്ങയുടെ മുകളിലുണ്ടായിരുന്നു കുറേ പാവൽ ചുറ്റിപ്പണഞ്ഞ് വളർന്ന്. അത് വെട്ടി കടക്കിലിട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒരു ഒന്നാന്തരം ഒരു പാവയ്ക്ക് അതിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. കാട് പിടിച്ച് വളർന്നുകൊണ്ട് ഇത് പൂവുണ്ടായതും പൂ വിടർന്നതും കായായതൊന്നും ഞാൻ അറിഞ്ഞില്ല. പാവലിൻ്റെ ഒറിജിനൽ കടയാണ് ആ കാണുന്നത്, ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് വരുന്നത്. പാവൽ നന്നായിട്ട് പ്രൂൺ ചെയ്തപ്പോൾ മുരിങ്ങയ്ക്കും ആപ്പിളിനും കറിവേപ്പിലയ്ക്കൊക്കെ നല്ല വെളിച്ചം കിട്ടുന്ന അവസ്ഥയായി. പക്ഷേ അതിൻ്റെ ഇടയിലൊരു പാവയ്ക്ക കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടമായത്. ഞാനത് കണ്ടില്ലല്ലോ, അത് കാണാതെയാണല്ലോ പ്രൂൺ ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ ആകെ ഒരു പ്രതീക്ഷയുള്ളൂ. നമ്മൾ മുന്തിരി വള്ളിക്ക് കായ്ക്കാൻ വേണ്ടി പ്രൂൺ ചെയ്ത് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഇടയ്ക്ക് പ്രൂൺ ചെയ്യാറുണ്ട്, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല മുന്തിരി വള്ളി. പക്ഷേ അതൊരു കൊല്ലമായിട്ടേ ഉള്ളൂ, 3 കൊല്ലമാവെന്നാണ് പറയണേ. അപ്പോൾ എന്തായാലും അതുപോലൊരു ചെറിയ പ്രതീക്ഷ. ഇതിപ്പോൾ പ്രൂൺ ചെയ്തുകൊണ്ട് ഇനി പാവൽ ശരിക്കും കായ്ക്കാൻ തുടങ്ങുമോ, അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു പ്രതീക്ഷ.